ഇന്നു മുതൽ നമുക്കൊരു കൊച്ചു ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഞ്ഞൻ സാന്തയായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പണിഞ്ഞു വന്നപ്പോൾ സാന്തയ്ക്ക് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. എനിവേ അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. സാന്താക്ലോസും കൊക്കക്കോളയും തമ്മിലുള്ള ബന്ധം പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് സാന്താക്ലോസിനെ പറ്റി പറയാം. മിറി എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ക്രിസ്ത്യൻ ബിഷപ്പാണ് സെന്റ് നിക്കോളാസ്. അദ്ദേഹം ഒരു സമ്പന്നനായിരുന്നു. എന്നാൽ ദരിദ്രരോടും കുട്ടികളോടും വലിയ സ്നേഹവും ഔദാര്യവും കാണിച്ചു. ആരെയും അറിയിക്കാതെ രഹസ്യമായി പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും സഹായിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. നിക്കോളാസിന്റെ മരണശേഷം അദ്ദേഹത്തെ വിശുദ്ധനായി കണക്കാക്കുകയും കുട്ടികളുടെ മധ്യസ്ഥനായി ആദരിക്കുകയും ചെയ്തു. നെതർലൻഡിൽ അദ്ദേഹത്തെ സിന്തക്ലോസ് എന്ന് വിളിച്ചു. സമ്മാനങ്ങൾ നൽകുന്ന ഒരു പുണ്യപുരുഷനായി അദ്ദേഹത്തെ കണക്കാക്കി. പിന്നീട് സിൻഡർക്ലോസ് എന്ന പേര് അമേരിക്കൻ ഇംഗ്ലീഷിൽ സാന്താക്ലോസ് എന്ന് ലോപിച്ചു. 1823 ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന കവിത സാന്തയ്ക്ക് പറക്കുന്ന റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടി, പിന്നെ കുടവയർ, ചിമ്മിനിലൂടെ ഇറങ്ങുന്ന രീതി തുടങ്ങിയ ആധുനിക സവിശേഷതകൾ നൽകി. 1930കളുടെ തുടക്കത്തിൽ കൊക്കക്കോള കമ്പനി തങ്ങളുടെ ശീതളപാനീയങ്ങൾ വർഷം മുഴുവൻ വിൽക്കുന്നതിനായി ഒരു ശൈത്യകാല പരസ്യ ക്യാമ്പയിൻ ആരംഭിച്ചു. ഒരു ചിത്രകാരനെ ഇതിനായി ചുമതലപ്പെടുത്തി. അവരുടെ ഉൽപ്പന്നം പോലെ സന്തോഷവാനും ഊർജ്ജസ്വലനുമായ ഒരു സാന്തയെ അവർക്ക് വേണമായിരുന്നു. ഹെറൻ സൺബ്ലൂം എന്ന അമേരിക്കൻ ചിത്രകാരൻ സാന്താക്ലോസിനെ ചുവന്ന വസ്ത്രവും വെള്ള കട്ടിത്താടിയും സന്തോഷകരമായ കണ്ണുകളും നൽകി ഇന്നത്തെ സാന്താക്ലോസിനെ രൂപപ്പെടുത്തി. അങ്ങനെ ഈ പരസ്യം ലോകമെമ്പാടും ഹിറ്റായതോടുകൂടി സാന്താക്ലോസിന്റെ ഔദ്യോഗിക രൂപമായി ഈ ചുവന്ന വസ്ത്രം മാറി. ഇന്ന് നമ്മൾ കാണുന്ന സാന്താക്ലോസിന്റെ രൂപം ഒരു പരിധിവരെ പഴയ വിശുദ്ധ പാരമ്പര്യങ്ങളും ഒരു വലിയ ശീതളപാനീയ കമ്പനിയുടെ പരസ്യ വിജയവും കൂടിച്ചേർന്നതിന്റെ ഫലമാണ്. അപ്പോൾ സാന്തായും കൊക്കക്കോളയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു പരസ്യമാകാം അല്ലേ. പരസ്യം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ സാന്തയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പൈപ്പ് ക്ലീനറിനെ പറ്റിയാണ്. ഇതേ പൈപ്പ് ക്ലീനറാണ് നമ്മൾ ഈ പേജിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. ഏകദേശം ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളും അതിനുണ്ട്. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. സോ പ്രാക്ടീസ് കൂടുന്തോറും പ്രൊഡക്റ്റിന് ക്വാളിറ്റിയും കൂടും. അപ്പോൾ അടുത്ത ക്രാഫ്റ്റ് നമുക്ക് ഇതിലും ഗംഭീരമാക്കാം. പൈപ്പ് ക്ലീനറിൻ്റെ റേറ്റും കാര്യങ്ങളും പേജിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് DM ചെയ്യണേ. അതുപോലെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ സാന്ത ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 2 കൈയും കാലൊക്കെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് സാന്താക്ലോസിൻ്റെ വണ്ടിയും അതുപോലെ തന്നെ അത് വലിക്കുന്ന റെയിൻഡിയറുകളെയും ഉണ്ടാക്കാം. പിന്നെ പൈപ്പ് ക്ലീനർ വെച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രീ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോസിലായിട്ട് അതും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സർപ്രൈസുകളും സമ്മാനങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണേ. പറ്റുമെങ്കിൽ ഒരു കമൻറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കഥയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.